എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. മലയാളീസികളെ ന്യൂനപക്ഷക്കാരൊന്നും കണ്ടത്തിൽ പോലും തൂറാൻ സമ്മതിക്കുന്നു എന്നുള്ള ലെവലില് കേരളത്തിലും ഉത്തരേന്ത്യ മോഡലിലെ ശാഖശാന്തകൾ നല്ല രീതിയിൽ മെനക്കെടാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് എടുത്ത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതോ BJP-ന്റെ മോദിന്റെ എന്തോ ഒരു പോസ്റ്റർ ഇങ്ങനെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത അതിനെതിരെ എനിക്കതിന് സാധിക്കില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിനെ വീട്ടിൽ കയറി തല്ലി അയാളെ വീട് ഉപദ്രവിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ ശാഖശാന്തകൾ. അത് തൃശ്ശൂർ ആ ഭാഗത്ത് ഇവിടെയാണ്. അപ്പം അതുപോലെ കുറെ കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. കൂട്ടം കൂടി നോക്കി പേടിപ്പിക്കലും ഭീഷണിപ്പെടുത്തലൊക്കെയാണ് ശാഖശാന്തകളുടെ മെയിൻ പരിപാടികൾ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഉത്തരാഞ്ചലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം ഈ 2 ദിവസം മുമ്പ് ഒരു പാതിരീനെ ഒരു ക്രിസ്ത്യൻ പാതിരീനെ പിടിച്ചിട്ടിട്ട് നല്ല ഊക്കി അയാള് മതം പരിവർത്തനം ചെയ്യാൻ പോയിന്നോ പാൽപ്പൊടിയും പഞ്ചസാരയും കൊടുത്തുകൊണ്ട് മതം വളർത്താൻ പോയിന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ഊക്ക് കിട്ടിയിട്ടുള്ളത്. അത് ഒക്കെ അങ്ങനെ ഊക്കാം, അല്ലെങ്കിൽ ആരും എന്തും ചെയ്യാം, അതൊന്നും ആരും ചോദ്യം ചെയ്യില്ല. ഇവിടെ അതെ ഒരു വിഭാഗക്കാർക്ക് മാത്രം ഒരു പ്രശ്നമില്ല, അവർക്ക് ജനാധിപത്യം ഇല്ല, നീതിയില്ല, നിയമമില്ല, ഇങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ള ലെവലിലാണ് കുറച്ച് ശാഖശാന്തകൾ ഉത്തരേന്ത്യ കിടന്ന് കളിക്കുന്നത്. ആ മോഡലിൽ നമ്മളെ കേരളത്തിലേക്ക് എങ്ങനെ ആക്കി മാറ്റാൻ പറ്റും എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഗൂഢാലോചനയും അതല്ലെങ്കിൽ ശാഖയിൽ പോയി ഗുഹ്യാസന പ്രണാമൊക്കെ ചെയ്തും കണ്ട് ഇവര് നല്ല രീതിയിൽ തൊഞ്ഞിങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഉത്തരേന്ത്യ മോഡലിലൊക്കെ എന്താന്ന് പറയുന്നത് ഈ ശാഖശാന്തകൾ മനസ്സിലാക്കുന്നത് ന്യൂനപക്ഷക്കാരും അതല്ലെങ്കിൽ അതായത് ക്രിസ്ത്യൻസും മുസ്ലിംസും അതല്ലെങ്കിൽ ഇവിടുത്തെ ദളിതരും ആദിവാസികളും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ കണ്ടത്തിൽ പോലും തൂറാൻ സമ്മതിക്കില്ല എന്നുള്ള ലെവലിലേക്കാണ് ഈ ശാഖശാന്തകൾ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്നത്. നമ്മളൊക്കെ വിചാരിക്കും ഇത് കേരളല്ലേ, ഇവിടെ ഒന്നും നടക്കൂല, അതാണ് ഇതാന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നല്ല. കേരളം എന്നൊക്കെ നമുക്ക് അങ്ങനെ പറയാനൊക്കെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു 5 കൊല്ലം മുമ്പ് അങ്ങനെയൊക്കെ പറയാൻ പറ്റുമായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ ഒന്നല്ല കേരളത്തിന്റെ പോക്ക്. അത് ആദ്യം മനസ്സിലാക്കി വെക്കുക. അതിന് കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ശാഖശാന്തകൾ ഇവിടെ ആദ്യം ഒന്ന് പേടിപ്പിച്ചു നോക്കും, ഒന്ന് നെട്ടിച്ചു നോക്കും, ഒന്ന് ഭീഷണിപ്പെടുത്തി നോക്കും, ചിലപ്പോ ഒന്ന് ഉപദ്രവിച്ചു നോക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അതിലേതെങ്കിലും ഈ ഗുജറാത്തിലെ പണ്ടൊരു ഈ മുസാഫർ നഗർ കലാപം തോന്നുന്നുണ്ട്, ഒരു കുത്തുബുദ്ദീൻ അൻസാരിന്റെ ഫോട്ടോ എല്ലാവർക്കും അറിയാം. അല്ല കരഞ്ഞിങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഇല്ലേ, ആ രീതിയിലുള്ള ഒരു ലെവലിലേക്കായി മാറും നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഇത് കേരളമാണ്, ഇവിടെ ഒന്നും നടക്കൂല എന്നൊക്കെ പറയുന്നതൊക്കെ വെറുതെ, അതൊക്കെ സ്വപ്നങ്ങളിൽ മാത്രമായിട്ട് എല്ലാവരും കൂട്ടി അത്ര അതിനെ കുറിച്ചൊക്കെ പറയണുള്ളൂ. അപ്പം ഈ ശാഖശാന്തകൾ മെനക്കെടുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, എന്തെങ്കിലും ഭീഷണിപ്പെടുത്തല്, നെട്ടിക്കല്, ഈ കൂട്ടം കൂടി ഈ നായ്ക്കളെ പോലെ കൂട്ടത്തോടെ വന്നുങ്ങാണ്ട് വീട് ആക്രമിക്കുക, വീട്ടിൽ കയറി ഉപദ്രവിക്കുക, ഈ പരിപാടികളൊക്കെ ചെയ്യും ചിലപ്പം. ഇതിന് ഒരാള് വീട്ടില് ഒറ്റയ്ക്കുള്ള സമയത്ത് ചിലപ്പം അതിനെ പ്രതിരോധിക്കാൻ കഴിയണമെന്നൊന്നുമില്ല. പക്ഷെ അതിനെതിരെ പ്രതികരിക്കാൻ പറ്റണം. അല്ലാതെ അവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭീഷണിയിലോ നെറ്റിക്കലിലോ അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഐറ്റംസുകളിൽ ഇവിടെയുള്ള മനുഷ്യന്മാര്, അതായത് ഇപ്പം ഇന്ന പാർട്ടിന്നോ മതന്നോ അതൊന്നും ഇല്ല. കേരള സമൂഹം അതിനെതിരെ ഈ ശാഖന്മാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളിലൊക്കെ വഴങ്ങി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് പിന്നെ ഇത് കേരളമാണ്, ഇവിടെ നടക്കൂലെന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ആ കളികളൊക്കെ ശാഖയിലുള്ള ശാന്തകള് കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അവരെ. അത് ഇപ്പം നല്ല പ്രത്യക്ഷത്തിലുള്ള കളികളൊന്നുമില്ല. നൈസായിട്ട് ആരും അറിയാതെ ഒടിയും പൊടിയും പോയി കണ്ട് ഓരോന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കിയും അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അതല്ലെങ്കിൽ എന്താ പറയാ ഓരോ രീതിയിലും ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ശാഖശാന്തകൾ ശ്രമിക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഈ വയോധികൻ ഒക്കെ ഇങ്ങനെ കൂട്ടക്കരച്ചില്, അതല്ലെങ്കിൽ ഈ വയോധികന്റെ കൂടെ കുറെ കാസ എന്ന് പറഞ്ഞ കുറച്ച് തീവ്രവാദികളുണ്ട്, കാസ തീവ്രവാദികൾ. അതെന്ന് പറഞ്ഞാൽ പക്ക തീവ്രവാദികൾ അവരാണ്. ഈ കാസ ഈ സുഡാപ്പികളെയും സംഘികളെയൊന്നും തീവ്രവാദി ആക്കിനെക്കാട്ടൊക്കെ മുമ്പേ ഈ കാസ തീവ്രവാദികളുണ്ടല്ലോ, ആ തീവ്രവാദികളാണ് ആദ്യം മനസ്സിലാക്കാൻ. ഇപ്പം ഈ വയോധികനൊക്കെ ഉപദ്രവിച്ച് അതങ്ങനെയാണ് ഇതിങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അതിനെ കുറിച്ചൊന്നും യാതൊന്നും ഈ കാസ കുണ്ടന്മാർക്ക് പറയാനില്ല. ശിഖണ്ഡു ബാണങ്ങൾ, കാണ്ഡരൂപം, പെണ്ണിന്റെ മനസ്സും കൊണ്ട് കിടന്ന് കരയുന്ന ഒരു തരത്തിൽപ്പെട്ട ഹിജടകള്, മഹത്വമില്ലാത്ത ഹിജടകള്. സത്യത്തില് ഹിജടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മഹത്വമുണ്ട്, അവരുടെ വിചാരങ്ങൾ, അവര് ആണിനെ പോലെ ജനിച്ച് പെണ്ണായി ജീവിക്കാൻ ആഗ്രഹിച്ച് അങ്ങനെ തുനിഞ്ഞിറങ്ങി അതവര് മഹത്വമുള്ള ഹിജടകളാണ്. ഇത് ഈ കാസയിലും അങ്ങനെയുള്ള ഈ എന്താ പറയാ ഈ ശാഖശാന്തകളെ താങ്ങിയെടുക്കുന്ന ഈ കാസക്കാരെ പോലുള്ള ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആണിന്റെ രൂപവും പെണ്ണിന്റെ മനസ്സും അത്രേ ഉള്ളൂ. അതല്ലാതെ ഇതൊന്നും ആണെന്നോ പെണ്ണെന്നോ വിളിക്കാൻ പറ്റാത്ത രണ്ടും കെട്ട തരത്തിലുള്ള ഒരു ഇനം ആളുകളാണ് അത്.
അവർക്കൊന്നും ഈ വയോധികനെ ഉപദ്രവിച്ചതിനെ കുറിച്ചിട്ട് ഒരു വർത്താനം പറയാനില്ല. അതിന്റെ പുറകിൽ ഏതോ സുഹാപ്പികളൊക്കെ എന്നാണ് ആ വായ പോലുള്ള ആളുകൾ പറയുന്നത്. സത്യത്തില് ഈ ക്രൈസ്തവ അല്ലെങ്കിൽ ഈ കാസ പോലുള്ള ഈ ക്രൈസ്തവർ എന്ന് പറയാൻ പറ്റില്ല, ഈ കാസക്കാരുണ്ടല്ലോ, ഈ കാസക്കാരന്റെ സ്ത്രീകൾക്ക് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ കുണ്ടന്മാരുടെ കൂടുതൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, ഓൺലൈനിൽ ഇരുന്ന് കണ്ട് കുത്തിത്തിരിപ്പും പിത്തനെയും അല്ലെങ്കിൽ RSSകാർക്ക് മറ്റേത് മൂപ്പിച്ചു കൊടുക്കുക, സുഡാപ്പി അങ്ങനെ ചെയ്ത്, കോയ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞു കണ്ട ഓരോ രീതിയിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. എന്നിട്ട് പല രീതിയിലും ഓരോരോ എന്തെങ്കിലും ഒരു കേട്ടറിവിനെ കുറിച്ചും കണ്ട് അതിനെ കുറിച്ച് പല രീതിയിലും പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ കാസവാണങ്ങൾ ചെയ്തുകൊണ്ട്. ഏതെങ്കിലും ഒരു 5-6 കൊല്ലം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കേരളമാണെന്നും പറഞ്ഞ് ഇവിടെ നിൽക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടത്തിൽ കിടന്ന് തൂറാൻ പറ്റാത്ത അവസ്ഥ, അതല്ലെങ്കിൽ സ്വന്തം പുര കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ മലയാളീസിന്, കേരള സമൂഹത്തിന്, ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ട് വരും ഉറപ്പ്.